ഡയബറ്റിക് പേഷ്യൻറ്റിൽ ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ രക്തോട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ്? പുകവലി അതിനെങ്ങനെയാണ് ബാധിക്കുന്നത്? ഇങ്ങനെ ഇങ്ങനെ കേട്ടായിരുന്നു. പുകവലി അതിനെ സ്മോക്കിംഗ് ഭയങ്കര പ്രശ്നമാണ് കേട്ടിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് അതിനെ ബാധിക്കുന്നത്? ഡയബറ്റിക് പേഷ്യൻ്റ് എങ്ങനെയാണ് ബാധിക്കുന്നത്? പ്രമേഹത്തിനെ പ്രമേഹത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ് ഇപ്പോൾ ഞരമ്പുകളെ ബാധിക്കുന്നു. അതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു രക്തചംക്രമണം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം പ്രമേഹം കേടുപാടുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹൃദ്രോഗ സാധ്യത പ്രമേഹ രോഗികളിൽ 10 മടങ്ങാണ്. സാധാരണ ഒരു വ്യക്തിയിലുള്ളതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് ഹൃദ്രോഗ സാധ്യത. അത്തരത്തിലപ്പോൾ അതുപോലെ തന്നെ കാലിലെ രക്തഓട്ടത്തിനുള്ള സാധ്യത വളരെ വളരെ രക്തഓട്ടത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത പ്രമേഹ രോഗിയിൽ ഒരുപാട് കൂടുതലാണ്. നമുക്കറിയാം ഹൃദയത്തിലോട്ടുള്ള രക്തചംക്രമണത്തിന് കേടുപാടുകൾ വരുമ്പോൾ, ഒരു ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം വരുമ്പോൾ അതിൽ സാധാരണയായിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് പ്രമേഹം, അതിൻ്റെ കൂടെ തന്നെ ഉയർന്ന രക്തസമ്മർദ്ദം, അതായത് ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോള്, അതുപോലെ തന്നെ പുകവലി. പുകവലി ഒരു വലിയ ഘടകമാണ് രക്തചംക്രമണം തടസ്സപ്പെടുത്തുന്നതിൽ. ഇപ്പോൾ കാലിൻ്റെ രക്തചംക്രമണം എടുക്കുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിനോളം തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ അത്ര തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് പുകവലി. ചിലപ്പോൾ പ്രമേഹ രോഗം ഇല്ലാതെ തന്നെ പുകവലി ഉള്ളവരിൽ കാലിലെ രക്തയോട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ വരികയും വിരലുകളോ കാലോ ഒക്കെ തന്നെ മുറിച്ച് മാറ്റേണ്ട ആംപ്യുട്ടേഷൻ പോലെയുള്ള ശസ്ത്രക്രിയയിലേക്ക് രോഗികൾ ചിലപ്പോൾ നീങ്ങാറുണ്ട്. അപ്പം പുകവലി എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. പ്രമേഹവും പുകവലിയും കൂടെ ഉണ്ടെങ്കിൽ ഈ സാധ്യത, അല്ലെങ്കിൽ ഈ രക്തഓട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പല മടങ്ങായി കൂടുന്നു, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഉണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം.